രാഷ്ട്രീയത്തെയും കോർപ്പറേറ്റ് ലോകത്തെയും ഒരേ സമയം നിശ്ചലമാക്കുന്ന അതീവ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി സമൻസ് നൽകിയിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ചോദ്യം ചെയ്യുന്നതിനായി വരുന്ന 12-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കർശന നിർദ്ദേശം. ടി വീണയ്ക്ക് പുറമെ കരിമണൽ കമ്പനിയായ CMRLന്റെ ഉടമ ശശിധരൻ കർത്ത ഉൾപ്പെടെ 9 പേർക്കാണ് ED ഒരേ സമയം സമൻസ് നൽകിയിരിക്കുന്നത്. ഇതോടെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം കനത്ത ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ കേസിനെ വെറുമൊരു രാഷ്ട്രീയ ആരോപണമായി കണ്ട് തള്ളിക്കളയാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നത് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നിന്നും പുറത്തുവന്ന പുതിയ വിധിയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ SFIO ശേഖരിച്ച അതീവ ഗുരുതരമായ 334 ഡിജിറ്റൽ രേഖകൾ EDക്ക് കൈമാറാൻ എറണാകുളം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. 84 ഭാഗങ്ങളിലായി തരംതിരിച്ചിട്ടുള്ള ഈ രേഖകളിൽ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ, സാമ്പത്തിക സ്രോതസ്സുകൾ, യാതൊരു സേവനവും നൽകാതെ പണം കൈപ്പറ്റിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട വിപുലമായ ഡിജിറ്റൽ തെളിവുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് വിവരം. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നടന്ന ED റെയ്ഡുകൾക്ക് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചി ഓഫീസിലെത്തി മണിക്കൂറുകളോളം കാര്യങ്ങൾ വിശകലനം ചെയ്തതും ഇതിന്റെ ഗുരുതരാവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, IT റിട്ടേണുകൾ, CMRL കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം നീങ്ങുന്നത് കേസിന്റെ ഗൗരവം പാടെ മാറ്റുകയാണ്. ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയുടെ അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും IT റിട്ടേണുകളും അന്വേഷണ ഏജൻസി ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കളി കാര്യമായി കഴിഞ്ഞു എന്ന് തന്നെയാണ്. കരിമണൽ കമ്പനിയായ CMRLും വീണ വിജയന്റെ എക്സാലോജിക്കും തമ്മിൽ നടന്നത് വെറും ഒരു സേവന കരാർ മാത്രമല്ല, മറിച്ച് കൃത്യമായ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകളാണ് എന്ന് സ്ഥാപിക്കാനാണ് ED ഇപ്പോൾ ഈ നീക്കത്തിലൂടെ ശ്രമിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും IT റിട്ടേണുകളും പരിശോധിക്കുന്നതിലൂടെ ED ലക്ഷ്യമിടുന്നത് കൃത്യമായി 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, CMRL കമ്പനി നൽകിയതായി പറയപ്പെടുന്ന കോടിക്കണക്കിന് രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. രണ്ടാമത്തേത്, ഈ പണം വകമാറ്റി മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക. ഇനി മൂന്നാമത്തേത്, എക്സാലോജിക് കമ്പനി IT റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ഈ പണം കാണിച്ചിട്ടുണ്ടോ, അതിന് കൃത്യമായ നികുതി അടച്ചിട്ടുണ്ടോ എന്ന് ഒത്തുനോക്കുക. അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് അതീവ ഗുരുതരമായ മറ്റു ചില നീക്കങ്ങളാണ്. ഇതിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 242 ബാങ്ക് അക്കൗണ്ടുകളിലായി കിടന്ന 18 കോടിയിലധികം രൂപ ED മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു അക്കൗണ്ട് വീണ വിജയന്റേതാണ് എന്നതാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. ഈ തുകകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധിത നിയമപ്രകാരം സ്ഥിരമായി കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ED കടക്കാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിനു പുറമെ വീണ വിജയന്റെ ബാങ്ക് ലോക്കറുകൾ നേരിട്ട് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉദ്യോഗസ്ഥരെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവിടെയാണ് CMRL കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ നിർണായകമാകുന്നത്. കമ്പനി നൽകിയ പണം എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയ തീയതിയും അതേസമയം CMRLന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളിൽ കാണിച്ചിരിക്കുന്ന ചിലവുകളും തമ്മിൽ ഒത്തുനോക്കേണ്ടി വരും. ഈ 2 രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ പണം നൽകിയത് IT സേവനങ്ങൾക്കല്ല, മറിച്ച് പ്രൊസീഡ്സ് ഓഫ് ക്രൈം അഥവാ അവിഹിതമായി ഉണ്ടാക്കിയ പണം വെളുപ്പിക്കൽ വേണ്ടിയാണ് എന്ന് EDക്ക് കോടതിയിൽ നിസ്സംശയം സമർത്ഥിക്കാൻ കഴിയും. SFIO ശേഖരിച്ച 134 അതീവ രഹസ്യ രേഖകൾ കൂടി EDക്ക് വിട്ടുകിട്ടിയ സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളുടെയും IT റിട്ടേണുകളുടെയും പരിശോധന പൂർത്തിയാകുന്നതോടെ കള്ളപ്പണ നിരോധിത നിയമത്തിലെ ഏറ്റവും കടുത്ത വകുപ്പുകൾ ഈ കേസിൽ ചുമത്തപ്പെട്ടേക്കാം. 12-ാം തീയതി കൊച്ചി ഓഫീസിൽ ഹാജരാകുമ്പോൾ ഈ സാമ്പത്തിക രേഖകളെല്ലാം കൂടെ കരുതാൻ വീണയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ചോദ്യം ചെയ്യൽ വെറുമൊരു ഫോർമാലിറ്റി മാത്രമായിരിക്കില്ല, മറിച്ച് ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക രേഖകളും നിരത്തിയുള്ള EDയുടെ കൃത്യമായ കെണിയായിരിക്കും. എന്നാൽ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മറ്റൊന്നാണ്. ഇത്രയധികം രാഷ്ട്രീയ ദോഷം ചെയ്യുന്ന കേസിൽ വീണ വിജയനെ CPMും LDFും കൈവിടുമോ അതോ സംരക്ഷിക്കുമോ? കളി കേവലം EDയും വീണയും തമ്മിലല്ല, ഇപ്പോൾ CPMന്റെ കോട്ടകൾക്കുള്ളിൽ വലിയ വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു എന്ന അതീവ നിർണായകമായ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് നേരെ പാർട്ടി ഒന്നിച്ചു നിന്ന് നെഞ്ചു കവചം തീർക്കുമ്പോൾ അണിയറയിൽ പല മുതിർന്ന നേതാക്കളും പാർട്ടിയുടെ ഈ നീക്കം തികച്ചും തെറ്റാണ് എന്ന് പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ആഭ്യന്തര കലഹം കേസിനെ കൂടുതൽ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുക.
പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന പ്രധാന വിമർശനം ഇതാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിൽ ഉണ്ടായ നിയമപ്രശ്നത്തെ പ്രതിരോധിക്കാൻ എന്തിനാണ് പാർട്ടിയും ഭരണ സംവിധാനവും ഒന്നടങ്കം വിലകെടുത്തുന്നത്? മുൻപ് ലാവ്ലിൻ കേസോ സ്വർണ്ണക്കടത്തോ വന്നപ്പോൾ അത് പാർട്ടിയെയോ സർക്കാരിനെയോ ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളായി കണ്ട് പ്രതിരോധിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ആരോപണം നേരിടുന്നത് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്വകാര്യ IT കമ്പനിയാണ്. ആ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെ ന്യായീകരിക്കാൻ പാർട്ടി നേതാക്കൾ ചാനൽ ചർച്ചകളിൽ പോയി വിയർപ്പൊഴുക്കുന്നത് അണികൾക്കിടയിൽ പോലും വലിയ അതൃപ്തി ഉണ്ടാക്കുന്നു എന്നതും സത്യം തന്നെയാണ്. ഇഡിക്കെതിരെ പാർട്ടി സ്വീകരിക്കുന്ന കടുത്ത നടപടികൾക്കെതിരെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി വാദിക്കുന്നു. വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, IT റിട്ടേണുകൾ, CMRLന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി വല മുറുക്കുമ്പോൾ പാർട്ടി അതിനെ രാഷ്ട്രീയമായി മാത്രം പ്രതിരോധിച്ചാൽ ജനങ്ങൾ അത് വിശ്വസിക്കില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. തെറ്റായ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച പാർട്ടിയുടെ പൊതുവായ പ്രതിച്ഛായ തകർക്കരുത് എന്ന കർശന നിലപാടിലാണ് പല പ്രമുഖ നേതാക്കളും. മറ്റു ഭാഗം നോക്കുമ്പോൾ ഇത് കേവലം വ്യക്തിപരമായ കേസല്ല, മറിച്ച് ആരോപണം നീളുന്നത് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾക്ക് നേരെയാണ്. വീണയെ തള്ളിക്കളഞ്ഞാൽ അത് പരോക്ഷമായി വിജയനെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കുന്നതിന് തുല്യമാകും. പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധം ഇട്ടുകൊടുക്കാൻ CPM പോലൊരു കേഡർ പാർട്ടി ഒരിക്കലും തയ്യാറാവില്ല. CPM പോലൊരു കേഡർ പാർട്ടിയിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുത്ത ഒരു തീരുമാനത്തിനെതിരെ താഴെത്തട്ടിലുള്ള നേതാക്കൾ പരസ്യ പ്രതികരണത്തിന് മുതിരില്ല. പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധ ലൈൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എല്ലാ നേതാക്കളും അണികളും അതേ ലൈനിൽ തന്നെ സംസാരിക്കാൻ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് പരസ്യമായ ഒരു തള്ളിപ്പറച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയമായി ദോഷം വരുമെന്ന ബോധ്യമുണ്ടെങ്കിൽ പോലും വീണ വിജയനെ തള്ളിക്കളയുന്നത് അതിലും വലിയ രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കുമെന്നാണ് പാർട്ടി നേതൃത്വം കരുതുന്നത്. അതിനാൽ വ്യക്തിപരമായ കേസ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഇതൊരു മുൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും തകർക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയായി ചിത്രീകരിച്ച് ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കാനേ CPM ശ്രമിക്കൂ എന്ന വാദവും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് കേസിന്റെയും ലൈഫ് മിഷന്റെയും മാതൃകയിൽ ഇതിനെയും ഒരു രാഷ്ട്രീയ വേട്ടയാടലായി ചിത്രീകരിച്ച് പ്രതിരോധിക്കാനായിരിക്കും LDF ശ്രമിക്കുക എന്ന ഭാഗവും നമ്മൾ കേൾക്കേണ്ടി വരും. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച മോദി സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ ബോധപൂർവം വേട്ടയാടുന്നു എന്ന ആഖ്യാനം അവർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും, ഇപ്പോഴും ശ്രമിക്കുന്നുമുണ്ട്. ഒപ്പം ഇതേ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയ പ്രതിപക്ഷ നേതാക്കളുടെ പേരുകൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് UDFനെയും അവർ പ്രതിരോധത്തിലാക്കും. നിയമപരമായി കോടതിയിൽ പോരാടുന്നതിനൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശക്തമായ പ്രചാരണവുമായിട്ടായിരിക്കും LDF മുന്നോട്ടു പോകുക. 12-ാം തീയതി കൊച്ചി ED ഓഫീസിൽ എന്ത് സംഭവിക്കും? കേരള രാഷ്ട്രീയം ഇനി ഏതു വഴിക്കാണ് തിരിയുക? വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ 12-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിൽ വീണ വിജയൻ ഹാജരാകുമ്പോൾ പുറത്ത് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ പാർട്ടിക്ക് പഴയതുപോലെ അണികളെ അത്ര എളുപ്പത്തിൽ നിരത്താൻ കഴിഞ്ഞേക്കില്ല. കോടതിയിൽ നിന്ന് 134 ഡിജിറ്റൽ തെളിവുകൾ കൂടി ഇഡിക്ക് ലഭിച്ച സാഹചര്യത്തിൽ കേസ് പൂർണ്ണമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പൂർണ്ണ ബോധ്യമുള്ള നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പതിയെ മാറി നിൽക്കുകയാണ്. ഈ ആഭ്യന്തര ഭിന്നത വരും ദിവസങ്ങളിൽ CPMനുള്ളിൽ വലിയൊരു നേതൃമാറ്റ ചർച്ചയ്ക്കോ അതോ കടുത്ത അച്ചടക്ക നടപടികൾക്കോ വഴി തുറക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.